സന്നിധാനത്തെ SITയുടെ ഇന്നത്തെ പരിശോധന പൂർത്തിയായി. പ്രഭാമണ്ഡലം, കട്ടിളപ്പാളിയുടെ മുകൾവശം, താഴ്വശം എന്നിവ അഴിച്ചെടുത്തു. ഇവയുടെ തൂക്കം പരിശോധിക്കും. സ്വർണത്തിന്റെ സാമ്പിൾ ശേഖരണം ഇക്കുറിയില്ല. പരിശോധന നാളെയും തുടരും. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ്. പ്രവീൺ, അന്വേഷണം അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുന്നു. അതിന് മുന്നോടിയായുള്ള നിർണായകമായ പരിശോധന. പ്രവീൺ പുരുഷോത്തമൻ. സന്നിധാനത്ത് SITയുടെ വിശദമായിട്ടുള്ള പരിശോധന തുടരുകയാണ്. ഇന്ന് 5 മണിക്ക് ശേഷം നട തുറന്നതിന് ശേഷം പരിശോധന നടത്തുമെന്നാണ് SIT അറിയിച്ചിരുന്നത്. പക്ഷേ 6:30 കൂടിയാണ് വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് SIT കടന്നത്. പ്രധാനമായും പ്രഭാമണ്ഡലം, ഒപ്പം കട്ടിളപ്പാളിയുടെ മുകൾ വശം, താഴ്വശം എന്നീ ഭാഗങ്ങളാണ് അഴിച്ചെടുത്ത് പരിശോധിക്കുന്നത്. ഇന്ന് ഇതിൻ്റെ തൂക്കം മാത്രമാണ് പരിശോധിക്കുക. കഴിഞ്ഞ 2 പ്രാവശ്യവും SITയുടെ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയപ്പോൾ സ്വർണത്തിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. അത് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ പരിശോധനയിൽ പ്രഭാപാളിയുടെ ഭാഗവും ഒപ്പം ഈ കട്ടിളപ്പാളിയുടെ മുകൾ വശം, താഴ്വശം എന്നിവ ഇളക്കി മാറ്റി അതിൻ്റെ ഭാരം അല്ലാതെ തൂക്കം മാത്രമാണ് പരിശോധിക്കുന്നത്. ലീഗൽ മെട്രോളജി വിഭാഗം വിദഗ്ധരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതുമാത്രവുമല്ല, നേരത്തെ പ്രഭാമണ്ഡലം ഇളക്കുന്നതിനുള്ള ഒരു ശ്രമം നേരത്തെ SIT പരിശോധനയുടെ ഭാഗമായി നടത്തിയിരുന്നു. പക്ഷേ അന്ന് വലിയ ഉറപ്പുള്ള ഭാഗമായതിനാൽ അത് അഴിച്ചെടുക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് വിദഗ്ധരെ കൂടി ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് പ്രഭാപാളിയുടെ ഭാഗവും ഒപ്പം കട്ടിളപ്പാളിയുടെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഇളക്കി മാറ്റി അതിൻ്റെ തൂക്കം പരിശോധിക്കുന്നത്. ശ്രീകോവിലിൽ നിന്നും ഈ ഭാഗങ്ങൾ ഇളക്കി മാറ്റി തന്ത്രിയുടെ മുറിക്ക് സമീപമുള്ള മുറിയിൽ ഇവ എത്തിച്ച് അവിടെ വെച്ചാണ് തൂക്കം പരിശോധിക്കുക. അതിനുശേഷം ഇവ പുനഃസ്ഥാപിക്കുകയും ചെയ്യും. SITയുടെ പരിശോധന നാളെയും തുടരും. ആദ്യം ദ്വാരപാല ശില്പ പാളികളുടെ അവിടെ എത്രമാത്രം സ്വർണ്ണമുണ്ട് എന്നറിയുന്നതിനായി സാമ്പിളുകൾ SIT ശേഖരിച്ചിരുന്നു. അത് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിൻ്റെ പരിശോധനാ ഫലവും SITക്ക് ലഭിച്ചിരുന്നു. പക്ഷേ അത് അത്ര കൃത്യമായിരുന്നില്ല എന്നാണ് SITയുടെ ഒരു നിഗമനം വന്നത്. പിന്നീടാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ വീണ്ടും വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് SIT പോയത്. അന്ന് ശ്രീകോവിലിൻ്റെ 4 വശത്തുമുള്ള തൂണുകളിലെ പാളികൾ ഇളക്കി അതിൽ നിന്നും സ്വർണത്തിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ച് ജാംഷഡ്പൂരിലെ ലാബിലേക്ക് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇന്നിപ്പോൾ അന്തിമഘട്ടം എന്ന് തന്നെ പറയാം. അന്വേഷണത്തിൻ്റെ ഹൈക്കോടതിയിൽ ഇതുവരെ ഒരു പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് SIT സമർപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഈ കട്ടിളപ്പാളിയുടെ മുകൾ വശം, താഴ്വശം, ഒപ്പം തന്നെ ഈ ഒരു പ്രഭാ വലയം അല്ലെങ്കിൽ ആ ഭാഗത്തെ സ്വർണത്തിൻ്റെ അളവ്, അത് എത്രമാത്രം തൂക്കമുണ്ട് എന്ന ഒരു വിശദമായിട്ടുള്ള പരിശോധന. അപ്പോൾ ആ ഒരു തൂക്കം എത്രയാണെന്ന് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്തിമ റിപ്പോർട്ടിൽ ആ കാര്യം കൂടി ഉൾപ്പെടുത്തും. അങ്ങനെ ഹൈക്കോടതിയിൽ എത്രയും വേഗം ഒരു അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് ഇപ്പോൾ SIT. ശരി, പാളികൾ അഴിച്ചെടുത്തുള്ള പരിശോധനയാണ് ഇന്നും നാളെയുമായി നടക്കുന്നത്. സാമ്പിളുകൾ ശേഖരിക്കുക എന്ന നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നില്ല. അതീവ നിർണായകമായ പരിശോധനയാണ് കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നതിന് മുന്നോടിയായി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.